ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് റോണ്ട ബ്രൈനിന്റെ ദ സീക്രട്ട് എന്ന ലോകം മുഴുവൻ ചർച്ച ചെയ്ത പുസ്തകത്തിലെ ഒരു പ്രധാന ആശയത്തെക്കുറിച്ചാണ്. ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുണ്ടെന്ന് പറയുന്ന ആ വലിയ രഹസ്യം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലയാളുകൾ എന്ത് ചെയ്താലും അതിൽ വിജയിക്കുന്നത്, എന്നാൽ മറ്റു ചിലർ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നത്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിന്റെ ഉത്തരമാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം എഴുത്തുകാരിയായ റോണ്ട ബ്രെയിൻ കണ്ടെത്തുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശം ഒരു സമയത്താണ്. ആ ഒരു കണ്ടെത്തലിൽ നിന്നാണ് ഈ പുസ്തകത്തിന്റെ തന്നെ തുടക്കം. നമുക്കവിടേക്ക് പോകാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവർ ജോലി ചെയ്ത് തളർന്നു. പെട്ടെന്നൊരു ദിവസം അച്ഛൻ മരിച്ചു. കൂടെയുള്ളവരുമായുള്ള ബന്ധങ്ങളെല്ലാം വഷളായി. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ഒരു നിമിഷത്തിലാണ് അവർക്ക് ആ വലിയ രഹസ്യത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടുന്നത്. അവരുടെ മകൾ കൊടുത്ത 100 വർഷം പഴക്കമുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ് റോണ്ടയ്ക്ക് ഈ രഹസ്യത്തെപ്പറ്റി ആദ്യമായിട്ടൊരു സൂചന കിട്ടുന്നത്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. പ്ലാറ്റോ, ഷേക്സ്പിയർ, ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, ചരിത്രത്തിലെ മഹാന്മാരായ പലർക്കും ഈ നിയമത്തെക്കുറിച്ച് അറിയാമായിരുന്നു. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ചരിത്രത്തിലൂടെ നീളം പലരും അറിഞ്ഞുവെച്ച ആ ശക്തമായ നിയമത്തിന്റെ പേരാണ് ആകർഷണ നിയമം, അഥവാ ലോ ഓഫ് അട്രാക്ഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് ഈ നിയമം പറയുന്നത് ഇതാണ്: സമാനമായവ തമ്മിൽ ആകർഷിക്കും. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഇത് നമ്മുടെ ഭൂഗുരുത്വാകർഷണം, അതായത് ഗ്രാവിറ്റി പോലെയാണ്. നിങ്ങളതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ നിയമത്തിന്റെ കാതൽ. ചിന്തകൾ വെറും ചിന്തകളല്ല, അവയ്ക്ക് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായി, വസ്തുക്കളായി മാറും. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒരു കാന്തമായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കാം. അതെ, ഒരു ഹ്യൂമൻ മാഗ്നറ്റ്. നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഒരു ഫ്രീക്വൻസിയുണ്ട്, ഒരു എനർജി സിഗ്നൽ പോലെയാണത്. നമ്മൾ ഓരോ നിമിഷവും ഈ ചിന്തകളുടെ ഊർജം പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളൊരു വലിയ ബ്രോഡ്കാസ്റ്റിംഗ് ടവർ പോലെയാണ്. നിങ്ങളുടെ ചിന്തകൾ സിഗ്നലുകളായി പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ സിഗ്നലുകളുമായി പൊരുത്തപ്പെടുന്ന അനുഭവങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് തിരികെ തരുന്നു. അതാണ് നിങ്ങളുടെ ജീവിതമായി മാറുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. നമ്മൾ എന്ത് സിഗ്നലാണോ പുറത്തേക്ക് വിടുന്നത് അത് നമ്മുടെ ജീവിതമായിട്ട് തന്നെ നമുക്ക് തിരികെ കിട്ടും. അപ്പോ ഈ നിയമം ഇത്ര സിമ്പിളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ വർക്കാവാത്തത്? ഇവിടെയാണ് മിക്കവർക്കും തെറ്റുപറ്റുന്നത്. ആ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രപഞ്ചത്തിന് വേണം വേണ്ട എന്ന വ്യത്യാസമൊന്നും അറിയില്ല. നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കൊടുക്കുന്നത് ആ കാര്യത്തെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ തരുന്നത്. ഈ ഉദാഹരണങ്ങളൊന്ന് നോക്കിക്കേ. നമ്മൾ എനിക്ക് കടം വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോക്കസ് എവിടെയാണ്? കടം എന്ന വാക്കിലാണ്. അപ്പോ പ്രപഞ്ചം നമുക്ക് കൂടുതൽ കടം തരും. പകരം നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് സാമ്പത്തിക സമൃദ്ധി വേണമെന്നാണ്. അതുപോലെ അസുഖം വരരുത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് നല്ല ആരോഗ്യം വേണം എന്ന് ചിന്തിക്കുക. അപ്പോ ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ആകർഷണ നിയമത്തിന് വേണ്ട, ഇല്ല, അരുത് പോലുള്ള നെഗറ്റീവ് വാക്കുകൾ പ്രോസസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരി, ഇനി നമുക്ക് ഇതെങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം എന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ സമ്പത്ത്. അത് ആകർഷിക്കാൻ ഈ നിയമം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. പക്ഷെ ഓർക്കുക, ഇത് ആരോഗ്യം, ബന്ധങ്ങൾ എവിടെയും ഉപയോഗിക്കാം. പണം ആകർഷിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്താഗതി മാറ്റണം. എന്റെ കയ്യിൽ കാശില്ല, ഒന്നിനും പണമില്ല എന്ന ഇല്ലായ്മയുടെ ചിന്തയിൽ നിന്ന് എനിക്ക് ചുറ്റും സമൃദ്ധിയുണ്ട് എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറണം. കാരണം സമ്പത്തെന്നത് ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണിത്. നിങ്ങൾക്കൊരു ബില്ല് വരുമ്പോൾ ടെൻഷൻ ആവുന്നതിന് പകരം അതൊരു ചെക്കാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് പണം കിട്ടിയതായി സങ്കല്പിച്ച് സന്തോഷിക്കുക, നന്ദി പറയുക. എനിക്കിത് വാങ്ങാൻ കാശില്ലാന്ന് പറയുന്നതിന് പകരം എനിക്കിത് വാങ്ങാൻ സാധിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പറയുക. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ഫ്രീക്വൻസി തന്നെ മാറ്റും. ഇതുപോലെ നമ്മുടെ മനസ്സിനെ റീവയർ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് സ്ഥിരീകരണങ്ങൾ അഥവാ അഫർമേഷൻസ് ഉണ്ട്. ദിവസവും ഇത് ആവർത്തിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഞാനൊരു പണക്കാന്തമാണ്, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു,
തുടങ്ങിയ കാര്യങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ച് പറയാൻ ശ്രമിക്കുക. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണല്ലേ? ഇതിന്റെ എല്ലാം താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, മറ്റാരുടെ കയ്യിലുമല്ല. പുസ്തകത്തിൽ ഒരു ഫിലിം പ്രൊഡ്യൂസറുടെ കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊരു നല്ല റിലേഷൻഷിപ്പ് വേണമായിരുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിറയെ ഒറ്റപ്പെട്ട സ്ത്രീകളുടെ ചിത്രങ്ങളായിരുന്നു അദ്ദേഹം തന്നെ വരച്ചത്. ഈ രഹസ്യം മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം ആ ചിത്രങ്ങൾ മാറ്റി സന്തോഷമുള്ള ഒരു പ്രണയബന്ധം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ വരച്ചു. അധികം വൈകാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ആ മാറ്റം വന്നു. അതാണ് ചിന്തയും പ്രവൃത്തിയും ഒന്നിക്കുമ്പോഴുള്ള ശക്തി. അപ്പോ പ്രധാന ആശയം ഇതാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അതിനെ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ജോലിയാണ്. അപ്പോ ഈ വലിയ രഹസ്യം ഇപ്പോൾ നിങ്ങൾക്കും അറിയാം. ഈ അറിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അത്ഭുതമാണ് നിങ്ങളിനി സൃഷ്ടിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ചിന്തിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. നന്ദി.